വണക്കം. പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. കൊയിലാണ്ടി കോൺഗ്രസ് എന്ന് കേട്ടിട്ടുണ്ടോ? അതൊരു പ്രത്യേക ഇനം കോൺഗ്രസ് ആണ്. ചൂടായാൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന കോൺഗ്രസ്. സത്യം പറഞ്ഞാൽ കേരളത്തിലെ മൊത്തം കോൺഗ്രസുകാർക്കും മാതൃകയാകേണ്ടതാണ് കൊയിലാണ്ടിയിലെ കോൺഗ്രസുകാർ. കോഴിക്കോട് DCC ജനറൽ സെക്രട്ടറിയും KPCC ജനറൽ സെക്രട്ടറിയും എല്ലാമായിരുന്ന N. സുബ്രഹ്മണ്യനെ കൊയിലാണ്ടിയിൽ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ഇതാ ഇങ്ങനെയാണ് അവിടുത്തെ പ്രവർത്തകർ രംഗത്തിറങ്ങിയത്. ഇത് ട്രയല്. അത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനോട്. അത് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുമ്പായിരുന്നു. പട്ടിക വന്നപ്പോൾ KP അനിൽകുമാറിന്റെ അനുയായികൾ കോഴിക്കോട്ടെത്തി DCC ഓഫീസിൽ. കൊയിലാണ്ടിയെ തോൽപ്പിക്കാൻ NS എന്നൊരു സ്ഥാനാർത്ഥിയെ കൊയിലാണ്ടിക്ക് വേണ്ടേ വേണ്ട സരിതാ മണ്ഡൽ സ്ഥാനാർത്ഥിയെങ്കിൽ എങ്ങനെ ഞങ്ങൾ വീട് കയറും വോട്ടിന് വേണ്ടി വീട് കയറും മറുപടി പറയൂ പ്രസിഡന്റ് കൊയിലാണ്ടിയിൽ ജയിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ സ്ഥാനാർത്ഥിയെ കൊണ്ട് അത് നടക്കൂല സർ. അവിടുത്തെ പ്രവർത്തകരുടെ വികാരം മാനിക്കണം സർ. അല്ലാതെ ഞങ്ങൾ പിന്നോട്ട് പോകുന്ന പ്രശ്നേ ഇല്ല. വിളിക്കൂ സർ, വിളിക്കൂ. എന്നിട്ട് സാർ വിളിച്ചോളൂ. സാറ് വിളിച്ചാൽ എടുക്കാതിരിക്കാൻ കഴിയില്ല. അപ്പൊ സാറ് റിട്ടേണായി ട്രൈ ചെയ്യണം സർ. എന്ത് സംഭവം ഉണ്ടായാലും KPC റിപ്പോർട്ട് ചെയ്യാൻ അവിടെ കുറച്ചാൾ വന്നിരുന്നാൽ അതുകൊണ്ടൊരു കാര്യം ഞങ്ങൾക്കെതിരെ പരിഹാരം എത്രയാണ് ഞങ്ങൾ കൊണ്ടുപോയിട്ട് അത് സാർ പറഞ്ഞാൽ മതി. പക്ഷെ ഇതൊരു തുടക്കമാണ്. ആളുടെ എണ്ണം നോക്കി സാർ ആദ്യം മനസ്സിലാക്കാം സാറേ. ഞങ്ങൾ പ്രസിഡന്റിനോട് ഞങ്ങൾ പറയും. ഞങ്ങൾ എന്നോട് പറഞ്ഞ കേട്ട് അല്ല, പ്രവർത്തകരുടെ വികാരം എന്താന്ന് ആദ്യം മനസ്സിലാക്കി. കൊയിലാണ്ടിയിൽ ഏദാസൻ സ്ഥാനാർത്ഥിയായിട്ട് അല്ല, മറിച്ച് ചിന്തിച്ചില്ലെങ്കിൽ അവിടെ തീർത്താ തീരത്ത നഷ്ടം പാർട്ടിക്കുണ്ടാവും. അത് തീർച്ച, അതിലൊരു മാറ്റമില്ല. ബ്ലോക്ക് പ്രസിഡന്റിനോടും DCC പ്രസിഡന്റിനോടും പറയാനുള്ളത് പറഞ്ഞു. KPCC പ്രസിഡന്റിനോട് പിന്നെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുക്കും മീതെയുള്ളത് AICCയുടെ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തിനോട് പറയേണ്ടതുപോലെ പറയാനും കൊയിലാണ്ടിക്കാർക്ക് പേടിയില്ല. राहुल गांधी साहब को मालूम है, पहले बार पहले इलेक्शन में राहुल जी इधर आ गया, कोयलांडी में आ गया, खिड़ूर में आ गया. वो टाइम में इधर उल्टा करके आदमी लोग काम किया, इसलिए पास नहीं हो गया. ऐसा एक बार में 100% KP अनिल कुमार इधर पास हो जाएगा. अगर दूसरा लोग क्या सोचता है, अनिल कुमार पास नहीं होने का, ऊपर नहीं होने का, नीचे आने का, ऐसा हम लोग नहीं छोड़ता है भाई, नहीं छोड़ता है. तो हमने हमेशा अनिल कुमार को ही हमारे लीडर माना है और हमेशा आगे भी मानूंगा. तो हमने आज 4 बजे को भी एक प्रकटन यहाँ we have conducted a prakadanam. So now we people have all the leaders of this party have decided to give the resignation. പാവൻ DCC പ്രസിഡന്റ് 5 മണ്ഡലത്തിൽ മുട്ടി നോക്കിയിട്ടും ഒരിടത്തും തുറക്കാതെ പോയ അദ്ദേഹത്തിന്റെ സങ്കടം ആരോട് പറയാൻ? ഏറ്റവും വിജയ സാധ്യതയുള്ള ബഹുജന സ്വീകാര്യതയുള്ള ആളുകളെയാണ് കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ സ്ഥാനാർത്ഥിയാവാൻ 5 സ്ഥലത്തും പേര് നിർദ്ദേശിക്കപ്പെട്ട
ഞാൻ തന്നെ എഴുതിയായിരിക്കില്ല. അവർ ഏത് നിർദ്ദേശിക്കപ്പെട്ട ഒരാളാണ് ഞാൻ, 5 ഇടത്തും. പക്ഷേ ഇന്നലത്തെ ഒരു പത്രത്തിൽ ഞാൻ വായിച്ചു, 5 ഇടത്തും അബു. അവസാന ലിസ്റ്റ് വന്നപ്പോൾ ഔട്ടായവരിലും അബു. അപ്പൊ ഈ ലിസ്റ്റിൽ ഈ 5 ഇടത്ത് വന്നിട്ടും ഔട്ടായി എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ല. കാരണം ഇപ്പൊ ഞാൻ പറയട്ടെ, മോഹൻലാൽ മലയാള സിനിമയിലെ മഹാനടനാണ്. പക്ഷേ മോഹൻലാലിനെ വെച്ച് പ്രേമം സിനിമക്ക് എടുക്കാൻ പറ്റുമോ? നവീൻ കോടിക്ക് പകരം മോഹൻലാലിന് ചെയ്യാൻ കഴിയില്ല. മമ്മൂട്ടി 3 തവണ ഭരത് നേടിയ നടനാണ്. ആ മമ്മൂട്ടിയെ വെച്ച് ഷാർലിയിൽ ദുൽഖർ ചെയ്ത റോൾ ചെയ്യാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് ഓരോ സ്ഥലത്തേക്കും ഫിറ്റായ സൂട്ടായ അതിന് പറ്റിയ സ്ഥാനാർത്ഥി ഒരു വിഷയമല്ല. പക്ഷേ എല്ലാ DCC പ്രസിഡന്റുമാരും കോഴിക്കോട് DCC പ്രസിഡന്റ് KC അബുവിനെ പോലെ സഹൃദയരല്ല കേട്ടോ. സങ്കടം തുറന്നു പറയുന്നവരുമുണ്ട്. ഇടുക്കി DCC പ്രസിഡന്റ് ടോമി കല്ലാനിയെ പോലെ. പൂഞ്ഞാർ സീറ്റ് ചോദിക്കാൻ കാര്യം, നിരന്തരമായി നമ്മുടെ ബഹുമാന്യരായ ഘടകകക്ഷി തോൽക്കുന്ന ഒരു സീറ്റ് കോൺഗ്രസ് മത്സരിച്ചാൽ ജയിക്കും എന്ന ഒരു അവിടെ പ്രവർത്തകർ പറയുന്നു കോൺഗ്രസ് മത്സരിച്ച് അവിടെ ജയിക്കും. അതൊരു പൊതുവായ ധാരണയാണ്. അതുകൊണ്ട് പൂഞ്ഞാർ സീറ്റ് ആഗ്രഹിച്ചു. പിന്നെ ഞാൻ ആ പൂഞ്ഞാർ മേഖലയിൽ നിന്നുള്ള ഒരാളാണ്. അപ്പോൾ പാർട്ടിയും എനിക്ക് വേണ്ടി ആ സീറ്റ് ചോദിച്ചു. എന്തോ നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ ആ സീറ്റ് കിട്ടിയില്ല. പാവം DCC പ്രസിഡന്റുമാർ, അവശന്മാർ, ആർത്തന്മാർ, ആദർശധീരന്മാർ, അവരുടെ സങ്കടം ആരറിയാൻ? ആരോ അറിയട്ടെ, അറിയാതിരിക്കട്ടെ. മത്സരിക്കാത്തവർ പോകട്ടെ, നമുക്ക് മത്സരിക്കുന്നവരെ കാണാം. ഇടവേള കഴിയട്ടെ.